ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസമായല്ലേ കണ്ടിട്ട്. ഇച്ചിരി തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് വീഡിയോസ്. ഇനിയിപ്പോൾ റെഗുലറായിട്ട് ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലേ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ. അപ്പോൾ പാകിസ്ഥാന് തലവേദന ഉണ്ടാക്കുന്ന മറ്റൊരു സംഘത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഇന്ത്യയെ സ്നേഹിക്കുന്ന ബലൂജികളെക്കുറിച്ച്. ഇന്ത്യ പാക് ബന്ധം ഏറ്റവും മോശമായിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളാലും നട്ടം തിരിയുകയാണ്. അതായത് പാകിസ്ഥാന് മൊത്തത്തിൽ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പ്രഷർ വരുന്നത്, ബലൂചിസ്ഥാനിൽ നിന്നും പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളവുമായി നേർക്കുനേർ പോരാടുന്ന ബലൂച്ച് വിമോചന പോരാളികൾ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിലെ ഏറ്റവും വലുതും അതുപോലെ പ്രകൃതി വിഭവങ്ങളൊക്കെ കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ അതിർത്തിയിലും ഇന്ത്യക്കുള്ളിലും തീവ്രവാദത്തിന് എല്ലാ സഹായവും നൽകുന്ന പാകിസ്ഥാന് അവരുടെ രാജ്യത്തിനുള്ളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ബലൂച്ച് വിഘടനവാദം എന്നും പറയുന്നത്. പാകിസ്ഥാനിലെ വിറപ്പിക്കുന്ന ബലൂജികൾ ആരാണെന്ന് നമുക്കൊന്നറിയണ്ടേ? ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളും പ്രാധാന്യമുള്ള മേഖലയാണ് ബലൂചിസ്ഥാൻ. അതായത് മധ്യപൂർവ്വ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഹോർമുസ് ഉൾക്കടൽ ഈ പ്രദേശത്താണുള്ളത്. ഇവിടെയാണ് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും. അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലോടുള്ള ഇക്കണോമിക് കോറിഡോറും സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാനിലെ മക്രാൻ തീരത്താണ്. ഇത്തരം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ അതീവ തന്ത്രപ്രധാന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മൊത്തം കണ്ണും ഇവിടെ തന്നെയാണ്. അതാണ് വേറൊരു പ്രശ്നവും. പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാനിൽ ഉൾക്കൊള്ളുന്നത്. എന്നാൽ രാജ്യത്തെ ജനസംഖ്യയും വെറും 5% മാത്രമാണ് ബലൂജികളുടെ അംഗസംഖ്യ. സുന്നി മുസ്ലിങ്ങളായ ബലൂജികളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബലൂചിസ്ഥാനെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. അതായത് ഭയങ്കര പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള, അല്ലെങ്കിൽ പ്രകൃതി സമ്പത്ത് നിറഞ്ഞ ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇത് പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നിട്ട് അവർക്കത് വിട്ടുകൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തി അടിച്ചമർത്തുകയാണ് പാകിസ്ഥാന്റെ തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് അവർ പ്രതികരിക്കുന്നു. അതിനെയാണ് ബലൂചിസ്ഥാൻ കൊടുക്കുന്ന പണികളെന്നും പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ബലൂചിസ്ഥാനിലെ സമൃദ്ധമായ പ്രകൃതി സമ്പത്താണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത്. ബലൂചിസ്ഥാനിലെ സമൃദ്ധമായ പ്രകൃതി സമ്പത്തില്ല എങ്കിൽ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ തകർന്ന് തരിപ്പണമാവും. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇത് അവർ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ കൊതിച്ച മണ്ണാണ് സത്യം പറഞ്ഞ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തതോടെയാണ് ബലൂജികളുടെ ഹൃദയം നുറുങ്ങിയത്. അതായത് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു ഒരു വിഭാഗം ബലൂജികൾക്ക് താല്പര്യം. എന്നാൽ സ്വതന്ത്ര ബലൂചിസ്ഥാനായിരുന്നു ഇവിടുത്തെ പൊതുവികാരം. പക്ഷേ മുഹമ്മദ് അലി ജിന്നയുടെ പിടിവാശിയിൽ ആ മോഹം തകർന്നു പോവുകയായിരുന്നു. ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാർക്കും താല്പര്യം. മേഖലയിലെ മറ്റു നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യം കാട്ടിയതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു. പാക് സൈന്യം ബലൂചിസ്ഥാനിലേക്ക് നീങ്ങി. ബലൂജികൾ ചെറുത്തെങ്കിലും പാക് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കീഴടങ്ങേണ്ടി വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെ ബലൂജ് വംശീയവാദത്തിന് ആക്കം കൂടി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കശ്മീരിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ മണ്ണിൽ ബാഹ്യ പ്രേരണകൾ ഒന്നും കൂടാതെ കശ്മീരിന് സമാനമോ അതിലും തീവ്രമായ രീതിയിലോ വിഘടനവാദം ശക്തിപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാൻ. അതായത് നമ്മളെ കശ്മീരിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും അവരുടെ സ്വന്തം സ്ഥലത്ത് ബലൂജികളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത്രയും അവരുടെ ആ അടിച്ചമർത്തപ്പെട്ട ഇതൊക്കെയാണ് അവരിപ്പോൾ കാണിക്കുന്നത്, ബലൂജികൾ കാണിക്കുന്നത്. എങ്ങനെ കാണിക്കാതിരിക്കുമല്ലേ? പാകിസ്ഥാൻ ചെയ്യുന്ന പണി അതാണല്ലോ.
എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൂജികളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.